എങ്കട അരമനക്കുണ്ടൻ. കേരളത്തിലെ കോൺഗ്രസുകാരടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്കട എന്താ ആ അരമണക്കിങ്ങണി? നമ്മുടെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ട് അവരോധിച്ച ആ മനുഷ്യനെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അരമനക്കിങ്ങണി എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അരമനക്കിങ്ങണി എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഒരു കത്തോലിക്ക സഭാംഗമായ ഇദ്ദേഹത്തെ നമ്മുടെ അരമന മെത്രാന്മാരുടെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് ആ പദവിയിൽ കൊണ്ട് ഇരുത്തിയത്. KC വേണുഗോപാലിന്റെ കയ്യിലൊതുങ്ങുന്ന, കേക്കച്ചന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു കളിപ്പാട്ടം എന്ന നിലയ്ക്കാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ട് സഭയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒരു അരമനക്കിങ്ങണി, ഇവരുടെ ഒരു വെറും കളിപ്പാട്ടമാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഒരു KPCC അധ്യക്ഷൻ പ്രതികരിക്കേണ്ടുന്ന ഒരവസരത്തിൽ പോലും ഇദ്ദേഹം ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല. ഒരു സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷൻ അടിയന്തരമായി ഇടപെടേണ്ടുന്ന, അഭിപ്രായം പറയേണ്ടുന്ന, നടപടിയെടുക്കേണ്ടുന്ന ഒരൊറ്റ അവസരത്തിൽ പോലും ഇദ്ദേഹം ശബ്ദിക്കുന്നില്ല, ഉരിയാടുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ സുപ്രധാനമായ വിവരങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഒരു KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ അറിയുവാൻ, കേൾക്കുവാൻ ആഗ്രഹിക്കാറുണ്ട്. ഇന്നിപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, വയനാട് DCC പ്രസിഡന്റായിരുന്ന ND അപ്പച്ചനെ ആ സ്ഥാനത്തു നിന്നും മാറ്റി പകരം TJ ഐസക്കിനെ വയനാട് DCC പ്രസിഡന്റിന്റെ സ്ഥാനം നൽകുകയുണ്ടായി. വളരെ സുപ്രധാനമായ ഒരു നടപടിയായിരുന്നു അത് എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു നടപടി സ്വീകരിച്ചത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കുവാനുള്ള ഒരു ബാധ്യത ഉള്ളത് KPCC അധ്യക്ഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനം പോലും അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൂടാതെ DCC മുൻ ട്രഷറർ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് 58 ലക്ഷം രൂപ നൽകി അവരുടെ കടം വീട്ടി ആ ആധാരം അവർക്ക് തിരികെ നൽകി. ആ കുടുംബാംഗങ്ങൾ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിവരിച്ചു. പക്ഷേ ഇതുവരെ ഈ KPCC അധ്യക്ഷന്റെ സ്ഥാനം ഇരിക്കുന്ന ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഈ അരമനക്കുണ്ടൻ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും, ഒരു KPCCയുടെ നിലപാട് എന്തായിരുന്നു, എന്തുകൊണ്ട് ആദ്യം എതിർത്തെങ്കിലും ഇപ്പോൾ ഇത്രയും തുക ബാങ്കിന് നൽകി അവരുടെ ആധാരം തിരികെ നൽകി എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. പക്ഷെ ഇപ്രകാരം ഒരു നടപടി നടത്തിയിട്ടും അവരെ ചേർത്ത് നിർത്തുന്നതിനോ ഒപ്പം നിർത്തി ഇപ്രകാരം ഒരു ബൈറ്റ് കൊടുക്കുന്നതിനോ ഒന്നും കോൺഗ്രസിന് സാധിച്ചില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 58 ലക്ഷം രൂപയും നേരത്തെ നൽകിയ 20 ലക്ഷം രൂപയും ഒക്കെ നൽകിയിട്ടും അത് മുതലെടുക്കുവാൻ ഇവർക്ക് സാധിച്ചില്ല. ഇദ്ദേഹത്തിന്റെ മരുമകൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അതൊക്കെ കിട്ടി എന്ന തരത്തിൽ ഒരു ഒഴുക്കൻ മട്ടിൽ അവർ വേറൊരു തലത്തിലേക്കാണ് ഈ വിഷയത്തെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവിടെയും കോൺഗ്രസിന്റെ പരാജയം നമുക്ക് കാണാം. ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് അവർ വാക്കുപാലിച്ചിട്ട്, അല്ലെങ്കിൽ അവർ നൽകാമെന്ന് പറഞ്ഞ ആ തുക നൽകി ആധാരം തിരികെ എടുത്ത് നൽകിയിട്ടും ഒന്നെങ്കിൽ ആ ആധാരം ഇവരുടെ സാന്നിധ്യത്തിൽ നൽകാമായിരുന്നു. അത് നടപ്പിലാക്കിയ ശേഷം ഇവരെ ചേർത്ത് നിർത്തി ഇവർക്ക് വേണമെങ്കിൽ പത്രസമ്മേളനം നടത്താമായിരുന്നു. അതിനൊന്നും ഈ അരമനക്കിങ്ങണിക്ക് ഒന്നും സാധിച്ചില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൽ ഇത് ഇവരുടെ പരാജയമാണ് കാണിക്കുന്നത്. അതുപോലെ പോലീസ് ലോക്കപ്പ് ആക്രമണവുമായി ബന്ധപ്പെട്ട ആ ഹോട്ടൽ വ്യവസായിയെയും മകനെയും സ്റ്റേഷനിൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കി. അതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഇവർ സഭയിൽ വലിയ സത്യാഗ്രഹം ഒക്കെ ആരംഭിച്ചു. ഇവർ ആരും അറിയാതെ സത്യാഗ്രഹം നിർത്തി വീട്ടിൽ പോയി സംസ്ഥാനമൊട്ടാകെ വലിയ പ്രതിഷേധ സമരം നടത്തും, വലിയ അട്ടിമറി നടത്തും എന്നൊക്കെ ഇയാൾ വീമ്പിളക്കിയിട്ടിട്ട് ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട, സത്യം പറഞ്ഞാൽ അത് ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ബ്രീഫിംഗ് നടത്തേണ്ടുന്നത് ഈ KPCC അധ്യക്ഷനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മീഡിയ ബ്രീഫിങ്ങും നടത്തിയില്ല. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷനാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടുന്നത്. എന്താണ് നിജസ്ഥിതി? കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട്ട് എത്തി. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരടക്കം അദ്ദേഹത്തോടൊപ്പം പോയി. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ KPCC പാർട്ടിയുടെ നിലപാട് എന്താണ്, തീരുമാനം എന്താണ്, തുടർ നടപടികൾ എന്താണ് എന്നൊക്കെ വിശദീകരിക്കുവാനുള്ള ഉത്തരവാദിത്തം ഈ KPCC അധ്യക്ഷൻ എന്ന സണ്ണി ജോസഫിനാണ്.
ഈ അരമനക്കിങ്ങിണി ഇതുവരെ ഈ വിഷയത്തിൽ ഒരു കാര്യവും വേണ്ടിയിട്ടില്ല. കാരണം ആ ആശയക്കുഴപ്പം മുഴുവൻ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഷാഫി പറമ്പിലിനെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി വളരെ മോശമായ ഭാഷയിൽ വ്യക്തിഹത്യ നടത്തി. ഏതാണ്ട് 10-15 മിനിറ്റ് അദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹത്തെ അപമാനിച്ചു. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം ഉയർത്തേണ്ടുന്ന, അപലപിക്കേണ്ടുന്ന, മറുപടി കൊടുക്കേണ്ടുന്ന ഈ KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന മരവാഴ ആ അരമനക്കിങ്ങിണി വായിൽ പിരിവെട്ടി ഇരിക്കുകയാണ്. അയാൾ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതുപോലെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞു. ഇത്രയും പ്രധാനപ്പെട്ട ആ നിയമസഭാ സമ്മേളനത്തിന്റെ ഒരു ഔട്ട്കം എന്തായിരുന്നു? UDF എന്താണ് നിയമസഭയിൽ പറഞ്ഞത്, ചെയ്തത്, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അവർ എന്ത് വിഷയങ്ങളാണ് ഉയർത്തിയത്, എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് വിശദീകരിക്കുവാനുള്ള ഒരു ചുമതലയും ഈ KPCC അധ്യക്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നടത്തണമായിരുന്നു. പക്ഷേ ആ നിയമസഭയിലെ ഇയാൾ മാപ്പ് പറഞ്ഞ് നാണം കെട്ടതല്ലാതെ, വെറുതെ ഇറങ്ങിപ്പോക്ക് നടത്തിയതല്ലാതെ, തുടങ്ങി വെച്ച സത്യാഗ്രഹം പാളിപ്പോയതല്ലാതെ മൊത്തത്തിൽ പാളിപ്പോയ വിഷയത്തെക്കുറിച്ച് അയാൾ ഇന്നുവരെ വാ തുറന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റർ, ഒരു ലുക്കൌട്ട് നോട്ടീസ് ഇറക്കേണ്ടി വരും. അരമനക്കൊണ്ടവനെ കണ്ടവരുണ്ടോ? കാരണം ആ പദവിയിൽ ആരുമില്ല. അനാഥമായി കിടക്കുന്ന, വീട്ടിലെ അപ്പന് കഴിവില്ലെങ്കിൽ നാട്ടുകാർ കയറി മേയും എന്ന് പറഞ്ഞതുപോലെ ഇതാ ഇപ്പോൾ സകലമാന ആളുകളും കയറി KPCC ഓഫീസിൽ കൂടെ കയറി നിരങ്ങുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് കേക്കച്ചൻ ഫേഷ്യലൊക്കെ ചെയ്ത് കേക്കച്ചൻ വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ കേക്ക് തീറ്റയൊക്കെ കഴിഞ്ഞ് സമയമായപ്പോൾ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്കൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അദ്ദേഹം വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ കുറെ ശിങ്കടികളെയൊക്കെ കൂട്ടി അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചു. KPCC അധ്യക്ഷൻ ഇയാൾക്ക് നിയമസഭയിൽ എന്ത് ചെയ്തു, നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തിന് പറയാം. അവിടെ നിന്ന് കരയുകയും അവിടെ നിന്ന് കരഞ്ഞു മെഴുകുകയും മാപ്പപേക്ഷിക്കുകയും പരാജയപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പോലെ ജനങ്ങളോട് വിശദീകരിക്കാതെ KPCC അധ്യക്ഷന്റെ സ്ഥാനത്തിരിക്കുന്ന ആൾ കാര്യപ്രാപ്തിയുള്ള ഒരാളായിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടെ നമുക്കത് അനുഭവേദ്യമാകുമായിരുന്നു. എന്നാൽ ഒരു കഴിവില്ലാത്ത ഒരു അരമനക്കങ്ങിണി ഇരിക്കുന്നത് കൊണ്ടാണ് കേക്കച്ചൻ KPCC അധ്യക്ഷന്റെ റോൾ കളിക്കുന്നത്. നമുക്ക് ഇന്ന് കേക്കച്ചൻ നടത്തിയ ആ പ്രസ്താവന കണ്ട ശേഷം മടങ്ങി വരാം. വയനാട്ടിലെ PCC പ്രസിഡന്റ് രാജിവെച്ചിട്ടുണ്ട്, ND അപ്പച്ചൻ രാജിവെച്ചിട്ടുണ്ട്. എന്താ അതിനൊരു കാരണം എന്താണ്? അല്ല, അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നു. ആ വിഷയത്തിൽ അദ്ദേഹം അതിൻ്റെ ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം രാജിവെച്ചത്. അപ്പോൾ പാർട്ടി അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. വൈകി പോയിട്ടുണ്ടോ സാർ? അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ. മറ്റൊന്ന്, ഒരു CPM ജില്ലാ സെക്രട്ടറി ഷാഫി പറമ്പലിനെതിരെ അതിഗുരുതരമായ രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് ആരോപണമൊന്നും പറയാൻ പറ്റില്ല, അത് അധിക്ഷേപമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക, അല്ലെങ്കിൽ പച്ചത്തെറി പറയുക, എന്തും പറയുക, വിളിച്ചു പറയുക. CPMൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയണത്. CPM നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ പറവൂരിലെ ഒരു കേസിൽ ഇല്ലാത്ത ആളുകളെയാണ് കേസെടുക്കുന്നത്. കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ടല്ല കേസാണ്, എല്ലാവർക്കും എതിരായിട്ട് കേസാണ്. ആ അദ്ദേഹത്തിൻ്റെ പറവൂരത്തെ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസെടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? CPMകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത കേസ് കൂടി എടുക്കും, ഇല്ലാത്ത ആളുകൾക്ക് കൂടി, തെറ്റിയാത്ത ആളുകൾക്കെതിരെ കൂടി കേസെടുക്കും. ഇത് പരസ്യമായിട്ടൊരു ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്, അസംബന്ധവും അസഭ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അയാളെ ആദ്യ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. എന്നിട്ട് അയാൾക്കെതിരായിട്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ നടപടിയെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. കാരണം CPMൻ്റെ ഒരു രീതിയാണിത്. എന്നിട്ട് അവർക്കെതിരായിട്ടുള്ളൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ അത് CPMകാർ, എറണാകുളത്തെ വിഷയം CPMകാർ തന്നെയാണ് പുറത്തു കൊടുത്തത്. ഞങ്ങളാരും കൊടുത്തതല്ല, ഞങ്ങളുടെ ജോലിയല്ല അത്, ഇവർ തന്നെയാണ് കൊടുത്തത്. അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളത്തെ ഈ സംഭവം പുറത്തു വന്നത്. ആ സംഭവം പുറത്തു വന്നു. അതിൽ കാണിക്കുന്ന ആവേശവും അതിൽ വെള്ളപൂശാൻ എടുക്കുന്ന ശ്രമങ്ങളൊന്നും ഈ കാര്യത്തിലില്ല. കേരളത്തിലെ വനിതകളായ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ അധിക്ഷേപം ചൊരിച്ചിട്ടുള്ള ആരാ? CPM ആണ്.
സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മോശമായി സ്ത്രീകൾക്കെതിരെ സംസാരിച്ചുള്ളതാര CPM. പൊതുയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും ആളുകൾക്കും എതിരായിട്ട് ഏറ്റവും മോശമായി സംസാരിക്കുന്നവർ. ഞങ്ങളെപ്പറ്റിയെല്ലാം എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഞങ്ങൾ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അത് എന്താണ് ഈ നിയമത്തിനനുസരിച്ച് വരില്ല, മറ്റേതാണ് മറിച്ചാണെന്ന് പറയും. CPMന് മാത്രമൊരു നിയമവും അല്ലാത്തവർക്ക് വേറൊരു നിയമവും. അപ്പം ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത്രയും അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജില്ലാ സെക്രട്ടറിയും ഒക്കെ കൂടിയാണ് ഞങ്ങൾക്ക് അന്ന് അത്രയും ഭൂരിപക്ഷം കൂട്ടി തന്നത് പാലക്കാട്. സംസാരിച്ച് അത് പുറത്തിറങ്ങി വന്നിരിക്കുക. കാരണം ഇവർക്കൊന്നും പറയാനില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM കുറേ ആളുകളെ ഇങ്ങനെ അയച്ചിട്ടിരിക്കുകയാണ്. കുറേ പേര് സോഷ്യൽ മീഡിയയിൽ എന്തും പറയും, ആർക്കെതിരെ എന്തും പറയാനും വേണ്ടിയിട്ടുള്ള കുറേ ആളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അതുപോലെ ജില്ലാ സെക്രട്ടറി ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് CPM ജില്ലാ സെക്രട്ടറി എന്ന് വലിയ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ ഇത്രയും വലിയ അസംബന്ധം പറഞ്ഞിരിക്കുന്നത്. CPM നടപടി എടുക്കുകയില്ലെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇവരുടെ സമീപനം എന്ന് കാണാം. കേട്ടല്ലോ, കേക്കച്ചൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടല്ലോ. യഥാർത്ഥത്തിൽ ഇക്കാര്യം വളരെ വിശദമായി പൊതുജനങ്ങളോട് പറയേണ്ടിയിരുന്നത് KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ആയിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്, ജനങ്ങൾ അറിയേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് യാതൊന്നും തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നെന്ന് യഥാസമയം പറയുന്നില്ല. ഇപ്രകാരം ഒരു കഴിവില്ലാത്ത KPCC അധ്യക്ഷനെ വെച്ച് കഴിഞ്ഞാൽ ആ റോള് കൂടെ തനിക്ക് ചെയ്യാം, തനിക്ക് കൂടുതൽ മീഡിയ പ്രസൻസ് കിട്ടും, തൻ്റെ കയ്യിലൂടെ കാര്യങ്ങൾ പോകും, മാധ്യമങ്ങളിൽ തനിക്ക് മാത്രം നിറഞ്ഞു നിൽക്കാം എന്ന് കരുതി മാത്രമാണ് സുധാകരനെ, നട്ടലിലുള്ള ഒരു KPCC അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തെ പാരവെച്ച് ഇദ്ദേഹം പുറത്തു ചാടിച്ചത്. KC വേണുഗോപാലിനും ഇതുപോലൊരു കളിപ്പാവയായിരുന്നു, തൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ ഇതുപോലൊരു കളിപ്പാവയായിരുന്നു അവിടെ ആവശ്യം. അതുകൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ചാട് കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ സണ്ണി ജോസഫ് ചാടും, ഇങ്ങോട്ട് ചാട് കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും. അതുകൊണ്ട് സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത, സ്വന്തമായി കാര്യപ്രാപ്തിയില്ലാത്ത ഒരു KPCC അധ്യക്ഷനെ വെച്ചാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതുപോലൊരു കഴിവില്ലാത്ത KPCC അധ്യക്ഷൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ VD സതീശനെ പോലെയുള്ളവർ കിടന്ന് കുത്തിമറിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. i2i ന്യൂസ് മിഷൻ 60യുടെ 30ാം ദിനമായ ഇന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഇതുവരെ നിങ്ങൾക്കറിയാം, രാഹുൽ പാലക്കാട്ട് എത്തിയെങ്കിലും രാഹുലിനെതിരെ യാതൊരു തെളിവുകളില്ലെങ്കിലും, രേഖാമൂലമുള്ള യാതൊരു പരാതികളില്ല, FIR ഇല്ല എങ്കിലും രാഹുലിനെതിരെ ഇവരെടുത്ത നടപടികളൊന്നും പിൻവലിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിലും യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതുവരെ, രാഹുലിന് നീതി ലഭിക്കുന്നതുവരെ നമ്മൾ ആരംഭിച്ച മിഷൻ 60യുടെ ആ 30ാം ദിനത്തിൽ ഇന്നും നൂറുകണക്കിന് പ്രതികരണങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.